നമ്മൾ ഈ അടുത്ത് വാങ്ങിയ സജിറ്റേറിയ അതുപോലെ തന്നെ ആമസോണിൻ്റെ 2 വെറൈറ്റികൾ ഇതെല്ലാം നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ആ പോട്ടിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ട്യൂബ് ലൈറ്റ് ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഈ ചെടികൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് കിട്ടില്ല. അപ്പോൾ ലൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചെറിയ പോട്ടിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഏരിയയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അക്വേറിയം ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ തന്നെ ഇങ്ങനെ ഇതുപോലെ ഫ്ലോട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. പോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. മാത്രമല്ല നമ്മുടെ ടാങ്കിൽ അല്ലെങ്കിൽ ഈ അക്വേറിയത്തിലെ കണ്ടീഷൻസ് വെള്ളത്തിൻ്റെ കണ്ടീഷനുമായിട്ട് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആവാനായിട്ട് പറ്റും. മാത്രമല്ല ഈ ചെടികളുടെ കടഭാഗത്ത് എന്തെങ്കിലും കേടായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ പോട്ടുകളിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ സെറ്റ് ആക്കി ഇട്ടേക്കാണ്. അപ്പോൾ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത് മാത്രമല്ല എല്ലാ ചെടികളിൽ നിന്നും ചെറിയ പുതിയ മുളകൾ ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ദിവസം ഇട്ടതിന് ശേഷം നമ്മൾ പോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് സെപ്പറേറ്റ് ഒരു പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അക്വേറിയങ്ങളിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അക്വേറിയങ്ങളിലും ഫുള്ളായിട്ട് നമ്മുടെ ജാവാഫോൺ ചെടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് പോട്ടുകളിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് റൈസോം പ്ലാന്റ്സ് തന്നെയാണ്. ജാവാഫോൺ അലുബിയാസ് പോലത്തെ പ്ലാന്റ്സ് ആണ്. കുറേ നാളായിട്ട് നമ്മൾ ഈ റൈസോം പ്ലാന്റ്സ് തന്നെയാണ് വളർത്തുന്നത്. നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് വളർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് മറ്റ് വെറൈറ്റികൾ, അതായത് നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്ന കുറച്ച് വെറൈറ്റികൾ വളർത്താമെന്ന് വിചാരിച്ചു. അതായത് ഈ ലോ ലൈറ്റ് അല്ലെങ്കിൽ ലോ ടു മോഡറേറ്റ് ലൈറ്റ്, ബേസിക് ന്യൂട്രിയൻസ്, ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെയർ വളരെ ഈസിയാണ്. ഈ ചെടികൾ കേടാവാതെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാലും മതി. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാലും ചെടികൾ കേടാവില്ല. പക്ഷേ അതിന് പ്രോപ്പറായിട്ട് ഇങ്ങനെ വെർട്ടിക്കലി വളരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പ്രോപ്പറായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ അത് പോട്ടിൽ പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിൽ പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ചില ചെടികളുടെയൊക്കെ ഈ ചെറിയ മുളകൾ മുളച്ച് വരുന്നത് മുകളിലേക്ക് വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ലൈറ്റ് വരുന്ന ഏരിയയിലേക്കാണ് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വളരുന്നത്. അപ്പോൾ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ചെടികളെല്ലാം പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കാണിക്കാം. ഇനി നമ്മളിത് സെപ്പറേറ്റ് പുതിയൊരു പോട്ടിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം.